ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അധ്യാത്മരാമായണം ജീവിതകഥയാണ്. രാമൻ്റെയോ ലക്ഷ്മണൻ്റെയോ ഭരത ശത്രുഘ്നന്മാരുടെയോ ദശരഥൻ്റെയോ മാത്രം കഥയല്ല, അത് ഈ ലോകത്തിൻ്റെ കഥയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും രാമായണം നിലനിന്നു പോകുന്നത് അത് നമ്മുടെ ജീവിതത്തോട് എവിടെയൊക്കെയോ ഐക്യപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന് രാമായണം നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വലിയൊരു സന്തോഷാവസ്ഥ വന്ന് ചേർന്നിട്ടും ആ സന്തോഷം അധികം നീണ്ടു നിൽക്കുന്നില്ല. ദുഃഖം ഇടയ്ക്കിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. സന്തോഷം വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കാതിരിക്കുക, അതുപോലെ ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കുക എന്നുള്ള വലിയൊരു പാഠം രാമായണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 6-ാം ദിവസത്തെ പാരായണത്തിലേക്ക് കടക്കുമ്പോൾ രാമന് കാട്ടിലേക്കുള്ള നിയോഗമാണ് നാം കാണുന്നത്. നാളെ അഭിഷേകമാണ് എന്ന് കേട്ട് അമിതമായി സന്തോഷിക്കാത്ത രാമൻ നാളെ വനവാസമാണ് തനിക്ക് വിധിച്ചതെന്ന് കേൾക്കുമ്പോൾ തളർന്നു പോകുന്നുമില്ല. അതാണ് രാമൻ നൽകുന്ന ഒരു സന്ദേശം. ആ സന്ദേശമാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. നമുക്ക് നോക്കാം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനേ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന്. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കൈകേയി താനും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെളുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയിതു ചിത്തഹിതം. നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. 2 വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെത്രാണനും ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുത്ഭവൻ എന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാം രാമനും
എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, അതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലൊരിക്കലും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ, താജ്യമെന്നാൽ അറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും, തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും, ഏവം വിഷം കുടിക്കേണമെന്നാകിലും, താതകാര്യമനാജ്ഞപ്തമെന്നാകിലും, മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. അച്ഛൻ പറഞ്ഞാൽ അതെത്ര വലിയ കാര്യമാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് ഞാൻ അനുഷ്ഠിക്കും, അതെൻ്റെ ധർമ്മമാണ് എന്ന് രാമൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭവിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ, ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു, ചെയ്കഭിഷേകം ഭരതനു ഞാനിനി പോകാൻ വനത്തിനു മാതാവേ. ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ ശിക്ഷ രാമൻ സ്വീകരിക്കുന്നത്. അതാണ് വിധിയുടെ നിയോഗമെങ്കിൽ അത് അനുഭവിക്കുക തന്നെ. അതിനു മുന്നിൽ പകച്ചു നിന്നതുകൊണ്ടോ അതിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല. ആ ദുഃഖത്തെ അതേപടി സ്വീകരിക്കാൻ തയ്യാറായ രാമൻ്റെ മനസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൻ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടം നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടീലെ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യ വാസത്തിനു പോകണം. മുൽപ്പാട് കേകയപുത്രിയാമമ്മയ്ക്കു മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. 1 ഭരതനെ വാഴിക്ക എന്നതുമെന്നെ
വനത്തിന്നയക്കെന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ താതനും ഞാനുമുക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുമെൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഡപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന്നു ശോകിപ്പതിന്നന്തർമുതാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. രാമായണത്തിലെ ചില വരികൾ ജീവിതത്തിൽ എന്നും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വരികളാണ്. തെറ്റ് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് തിരുത്തുക തന്നെ ചെയ്യണം. ശ്രദ്ധിക്കൂ, കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വേണ്ടു. തെറ്റ് വരുന്നത് ആചാര്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ആചാര്യനും ശാസനത്തിന് അർഹൻ തന്നെയാണ്. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. ഇനി ലക്ഷ്മണോപദേശമാണ്. ക്രുദ്ധനായ ലക്ഷ്മണകുമാരനെ രാമൻ പറഞ്ഞാശ്വസിപ്പിക്കുകയാണ്. ഈ ഉപദേശം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ഇതൊരു ജീവിത പാഠമാണ്. ഈ ലോകത്ത് എങ്ങനെ ശാന്തനായി ജീവിക്കാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും
നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം അതല്ലായിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നമ്മൾ ഈ ഭൂമിയിൽ എന്നേക്കുമായി ജീവിക്കാൻ വരുന്ന ആളുകളല്ല. അല്പനേരത്തേക്ക് വളരെ ക്ഷണികമായ ഒരു ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതെനിക്ക് അല്പം മാത്രമേ വിധിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതല്ലയോ ലക്ഷ്മണ എന്ന് രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകത്താർക്കും ശാശ്വതമായൊരു ജീവിതമില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ചുട്ടുപഴുത്ത ഒരു ലോഹത്തിന് മുകളിൽ ഒരു തുള്ളി ജലം വന്ന് വീഴുന്ന അത്രയും യാഥാർത്ഥ്യം മാത്രമേ ജീവിതത്തിനുള്ളൂ. നദിയിലൊഴുകുന്ന വിറകിൻ കഷ്ണങ്ങൾ കൂട്ടിമുട്ടി ഒന്നായി ചേർന്ന് നിന്ന് അല്പസമയം കഴിയുമ്പോൾ വീണ്ടും പിരിഞ്ഞ് പല വഴിക്ക് പോകുന്നത് പോലെ നാം ഒരു കുടുംബത്തിൽ ഒരുമിച്ച് കഴിയുമ്പോഴും എപ്പോഴൊക്കെയോ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞിറങ്ങി പോവുക തന്നെ ചെയ്യും ലക്ഷ്മണ. ഈ ക്രോധം കൊണ്ടൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ ഒന്നുമില്ല എന്ന് അനുജനെ ജ്യേഷ്ഠൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. ഈ കാണുന്ന ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് കരുതി നമ്മളൊക്കെ ജീവിക്കുമ്പോഴും ഏതു നിമിഷമാണ് മരണം നമ്മെ കവർന്നെടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. നാം എന്തൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശിയാലും എത്രയൊക്കെ നമ്മുടെ ഈ വൈരൂപ്യത്തെ മറച്ചു വെക്കാൻ കഠിനമായി പരിശ്രമിച്ചാലും എല്ലാം അല്പകാലത്തേക്ക് മാത്രമാണ്. ജരാനരകൾ വന്ന് ഈ ശരീരത്തെ ആക്രമിക്കും. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്ന് ഈ ശരീരത്തെ കാർന്നു തിന്നും. ഇത് ജീവിതത്തിൻ്റെ പാഠം തന്നെയാണ്. ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. മനുഷ്യനായി ജനിച്ചെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അസുഖങ്ങൾ വരുമ്പോഴും എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോഴും ഇതെന്തേ എൻ്റെ കുടുംബത്തിൽ മാത്രമെന്ന് ആലോചിച്ച് അന്ധവിശ്വാസങ്ങൾക്ക് പിറകെ ആരും പോകരുത്. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്.
അസുഖങ്ങളും അപകടങ്ങളും മരണങ്ങളും ഒക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ഈ ഉള്ളിൽ തന്നെ മരണമുണ്ട്, ഏത് നിമിഷവും നമ്മെ പിടികൂടും. ഇത് പുറമെയല്ല, നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മെ കാത്തിരിപ്പുണ്ട്, അവസരം കാത്തിരിപ്പുണ്ട്. അതിനിടയിലാണ് ഞാൻ വലിയവനാണെന്ന് ധരിച്ചുകൊണ്ട് അഹങ്കാരം കൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങുമിങ്ങും ഓടുന്നത്. എന്തൊക്കെ അഹങ്കാരമാണ്? ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ ദേഹം കൊണ്ടുള്ള ഒരഹങ്കാരവും മനസ്സിൽ വെച്ച് പുലർത്തണ്ട. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ധനാഢ്യനാണ്. എല്ലാ ചിന്തകളും അജ്ഞാനത്തിൻ്റെതായ ചിന്തകളാണ്. ഈ ശരീരത്തെ പുഴുക്കൾ ഒന്ന് ആക്രമിച്ച് കാർന്ന് തിന്ന് തീർക്കുന്ന ഒരു വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അതാണ് യഥാർത്ഥ ജീവിതം. ത്വങ്മാംസരക്താസ്തി വിന്മൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കും നിതോർക്ക നീ. ഞാൻ ദേഹമാണെന്നുള്ള ചിന്തയാണ് എല്ലാ അജ്ഞാനത്തിൻ്റെയും മൂലകാരണം. അതിനുപരിയായ മറ്റെന്തോ ആണ് ഞാനെന്നറിയുമ്പോൾ സർവ്വചരാചരങ്ങളിലും വിരചിക്കുന്ന അതേ ആത്മാവിൻ്റെ സത്തയാണ് എന്നിലൂടെ ഒഴുകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും ശാന്തമായ ജീവിതം. ആ ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ദേഹമല്ലോക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൻ ക്രോധമറികടോ. മാതാപിതൃഭ്രാതമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമാൻ. നമ്മുടെ മനസ്സിൽ ധാരാളം മോശം ചിന്തകളൊക്കെ ഉടലെടുത്തുനിന്ന് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. ക്രോധമുണ്ടായാൽ മനുഷ്യൻ നശിച്ചു. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭികേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ. രാമായണം പഠിപ്പിക്കുന്നൊരു പാഠം നോക്കൂ. ദുഃഖമില്ലാതിരിക്കാൻ എന്താണ് ഉപായം? ആത്മാനന്ദം, ആത്മശാന്തി, തൻ്റെ തന്നെ ഉള്ളിൽ ശാന്തിയെ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. പുറം ലോകത്ത് കാണുന്ന എല്ലാ വികാരങ്ങൾക്കും പിറകെ ഓടാൻ പുറപ്പെട്ടാൽ നമ്മൾ തളർന്നു പോകും. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോകും. അതിനെ മറികടന്നുകൊണ്ട് ആത്മാവിൽ തന്നെ രമിക്കാൻ, ആത്മാവിൽ തന്നെ ശാന്തി തേടാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് എന്ന പാഠം രാമായണം മുന്നോട്ട് വയ്ക്കുകയാണ്. സൗമിത്രി തന്നോടീ വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിയിടിനാൻ.
കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലുണ്ണിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം അമ്മയും. മാതൃകാ കുടുംബത്തിൻ്റെ ഒരു ഉദാഹരണം രാമൻ മുന്നോട്ട് വെക്കുന്നത് കാണാതെ പോകാൻ കഴിയില്ല. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിർത്തണമെങ്കിൽ അമ്മ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ത് എന്ന് രാമൻ പറയുകയാണ്. അച്ഛനെന്തുള്ളിൽ ഒന്നിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങ് ഉറച്ചിടണം അമ്മയും. എന്താണ് അച്ഛൻ്റെ മനസ്സിലെ ഇച്ഛ, അച്ഛൻ്റെ ആഗ്രഹം എന്താണ്, അതറിഞ്ഞുകൊണ്ട് അത് നടത്തി കൊടുക്കാൻ അമ്മ തയ്യാറാവണം. എങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സന്തോഷവും നിലനിൽക്കുമെന്ന് രാമൻ പറയാണ്. ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവു മോദാലനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗസീംനി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നീടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്താരി മുമ്പായ ദിക്പാലകന്മാരേ. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഈ ലോകത്തെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന ഇതാണ്. മക്കളൊക്കെ അങ്ങ് അകലെ പോയി എവിടെയൊക്കെയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ ഓരോ അച്ഛനും അമ്മയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രാർത്ഥന ഇതുതന്നെയാണ്. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ. 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദസേവാർത്ഥമായി നടിയനുമിപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായെങ്കിൽ ഏണാംഗതുല്യവദന രഘൂപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ. മോദേന സീതാഗ്രഹം പുക്കരുളിനൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ.
ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതെന്തു കൃപാനിധേ. വാരണവീരനെങ്ങൂ മമാവല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളുന്നിതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു. മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളമാസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമൂർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. തന്വീകുലമൗലിമാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ. സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ. അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം. ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിന്നേതും മുടക്കം പറകൊല്ല. മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാകാശശിമുഖിതാനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. ഇവിടെയാണ് സീതയുടെ കരുത്ത് നമ്മൾ കാണുന്നത്. വനവാസത്തിന് പോകണമെന്ന വാക്യം കേട്ടപ്പോൾ സീത പരിഭ്രമിക്കുന്നില്ല. അതെൻ്റെ അവകാശമാണ്, ഞാൻ അങ്ങയോടൊപ്പം വരാം, എന്നെ കൂടി കൂട്ടണമെന്നാണ് ആ സതീരത്നം പറയുന്നത്. അതുകൊണ്ടാണ് കാലം ഇത്രയൊക്കെ കഴിയുമ്പോഴും സീത ഇന്നും നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തയായ സ്ത്രീ കഥാപാത്രമായി കത്തിജ്വലിച്ചു നിൽക്കുന്നത്. കാകുൽസ്ഥനും പ്രിയാവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭ വാരണ വ്യാളഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്വംള കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജനാഭൂപാന്നപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും. നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപപീഡയും പാരമം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളോരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറികെടോ. എന്നുടെ ചൊല്ലിനാൻ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ.
പാദശുശ്രൂഷാവ്രതം മുടൈക്കായികമേ. അങ്ങയുടെ പാദസേവനം എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ആ ധർമ്മം അനുഷ്ഠിക്കാനായി അങ്ങയോടൊപ്പം കാട്ടിലേക്ക് ഞാൻ വരാൻ സദാ സന്നദ്ധയാണ്. എന്നെ കൂട്ടാതെ അങ്ങ് കാട്ടിലേക്ക് പോകരുത് എന്നാണ് സീത പറയുന്നത്. ഏതൊരു സ്ത്രീയും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ നമ്മൾ കൊതിക്കുന്ന വാക്കുകളാണ് സീതയിൽ നിന്നും വരുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അല്പം പോലും കഷ്ടതകൾ സഹിക്കാൻ തയ്യാറില്ലെന്നിരിക്കെ സീത ഏതു കാലഘട്ടത്തിലും ഭർത്തൃശുശ്രൂഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഏറ്റവും ശക്തയായ സ്ത്രീ സാന്നിധ്യമായി ലോക സാഹിത്യത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതിഹാസ പുരാണങ്ങളിലെ കത്തിജ്വലിക്കുന്ന കഥാപാത്രമായി സീത നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഭർത്താവിനോടൊത്ത് എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖങ്ങളും സഹിക്കാൻ ഏതൊരു സ്ത്രീയും തയ്യാറായിരിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം നമ്മുടെ മുമ്പിൽ സീത വെക്കുകയാണ്. അങ്ങനെ വന്നാൽ മാത്രമേ വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.